ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്ക് ക്രൂരമർദ്ദനം. ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ എംഎൽഎ അനിൽ അക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസുകളെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിൽ അക്കര. തൃശൂർ നഗരവികസനത്തിന് 200 കോടി വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും രാജൻ പല്ലൻ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കേരളത്തിലെ കേബിൾ ടിവി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്. ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ അരങ്ങുണരും. പാലസ്തീൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ 23 നാടകങ്ങൾ അരങ്ങിലെത്തിക്കും. മാളയിലെ അടച്ചിട്ടിരിക്കുന്ന ട്രഷറി കെട്ടിടത്തിന് നികുതി കുടിശ്ശികയുടെ പേരിൽ നോട്ടീസ്. ജപ്തി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മാള പഞ്ചായത്ത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. പാപ്പാന്മാരിൽ നിന്ന് ദേവസ്വം അധികൃതർ വിശദീകരണം തേടി. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നടയിരുത്തിയ കൃഷ്ണ, കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ദേവസ്വം അധികൃതർ അന്വേഷണം ആരംഭിച്ചു. കുളിപ്പിക്കാനായി കിടക്കാൻ കൂട്ടാക്കാത്ത ആനയെ ശിവേലി പറമ്പിൽ വെച്ച് പാപ്പാന്മാർ വടിക്കോൽ ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ 2 ആനകളെയും ഡോക്ടർമാരെത്തി പരിശോധിച്ചു. പരിശോധനാ റിപ്പോർട്ട് ദേവസ്വത്തിന് കൈമാറിയതായും പുതിയ ദൃശ്യങ്ങളില്ലെന്നും ആനക്കോട്ട അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ എംഎൽഎ അനിൽ അക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിൽ അക്കര. കോടികളുടെ മണി തട്ടിപ്പ് നടത്തിയ പ്രതികൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടാതെ നടക്കുകയാണ്. ജില്ലാ ഭരണകൂടം കൃത്യമായി ഇടപെടുമ്പോഴും കേസിൽ നടപടിയെടുക്കേണ്ട പോലീസ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണെന്ന് അനിലക്കര ആരോപിച്ചു. ഹൈറിച്ച് കേസിലാണെങ്കിലും ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പ് കേസിലാണെങ്കിലും മറ്റു കേസിലൊക്കെ ജില്ലാ കളക്ടർ കൃത്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നടപടികളുമായിട്ട് പോവുകയാണ്. പക്ഷേ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഹൈറിച്ച് കേസും ഗിവ് ആൻഡ് ടേക്ക് കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ, എന്ന് വെച്ചാൽ തൃശ്ശൂർ റൂറലിലാണ് ഈ 2 കേസുകളും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ പോലീസ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. 3000 കോടി രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് നടത്തിയ ഹൈറിച്ചിന്റെ പ്രതികൾ ചേർപ്പ് പോലീസ് സ്റ്റേഷന് നേരെ മുന്നിൽ താമസിച്ചിട്ട് ആ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടർ ജപ്തി ചെയ്തതിനു ശേഷവും ഗിവ് ആൻഡ് ടേക്കിന്റെ കേസിൽ ഡെസിഗ്നേറ്റഡ് കോടതിക്ക് ഈ കേസ് പരിഗണിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് പ്രത്യേകിച്ച് റൂറൽ പോലീസിനെ ചേർപ്പ് പോലീസിന്റെ ഏറ്റവും കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. ബഡ്സ് ആക്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിയെ പോലും കേരളത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് കാണിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക് തട്ടിപ്പ് കേസിലെ പ്രതിയും സ്ഥാപന ഉടമയുമായ പ്രശാന്ത് പനച്ചിക്കനെ മലപ്പുറത്ത് നടന്ന ദേശാഭിമാനിയുടെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് അനിലക്കര മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇന്റലിജൻസ് സംവിധാനം പൂർണ്ണമായി നിരീക്ഷിക്കുന്ന ഈ കേസിൽ ഗിവ് ആൻഡ് ടേക്കിലെ പ്രതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ആദരവേറ്റുവാങ്ങിയാണ്. ദേശാഭിമാനിയുടെ മലബാർ സമ്മേളനം പൂർണ്ണമായി സ്പോൺസർ ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സംസ്ഥാന പോലീസ് ചുമത്തിയ കേസിലെ പ്രതി ബഹുമാനായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഈ കഴിഞ്ഞ മാസം ആദരവ് ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഈ പ്രതിക്ക് ആദരവ് കൊടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ബഡ്സ് ആക്ട് കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഹൈറിച്ച് കേസിലെ പ്രതികൾക്കും അതുപോലെ തന്നെ ഗിവ് ആൻഡ് ടേക്ക് കേസിലെ പ്രതികൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. മണി ചെയിൻ തട്ടിപ്പുകാർ CPM-ന് ഫണ്ട് ചെയ്യുന്നുണ്ടെന്നും അനിലക്കര ആരോപിച്ചു. TCV തൃശൂർ. തൃശൂർ നഗരവികസനത്തിന് 200 കോടി രൂപ വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ ബജറ്റിലാണ് നഗരവികസനത്തിന് വായ്പയെടുക്കുന്നത് സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനം നടത്തിയത്. കൃത്യമായ നികുതി പിരിച്ചെടുക്കാതെയും റിട്ടയർമെന്റ് ആനുകൂല്യത്തിനും മറ്റും കോർപ്പറേഷൻ ചെലവഴിച്ച 68 കോടി രൂപ സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങാതെ വായ്പയെടുക്കാനുള്ള നീക്കം കോർപ്പറേഷനെ കടക്കളിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു.
ജംഗ്ഷൻ വികസനത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇരുട്ടിൽ തപ്പുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, MG റോഡ്, കൂർക്കഞ്ചേരി എന്നീ ജംഗ്ഷനുകളിലെ വികസനം മുടങ്ങിക്കിടക്കുകയാണ്. UDF ഭരണസമിതി 8 വർഷം മുൻപ് നടപ്പിലാക്കിയ ജംഗ്ഷൻ വികസനം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയാണ്. LDF ഭരണസമിതി വന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും ജംഗ്ഷൻ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചാലക്കുടിയിൽ നടന്നു. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില KCB ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദിഖ്. KCB പോസ്റ്റുകൾ ഏകീകരിക്കണമെന്നും കൃത്യമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ പരിഗണന ഉണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി, ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിച്ചിട്ടുണ്ട്, അല്ലെ കേബിളുകൾ വലിച്ചിട്ടുണ്ട്, ഓരോ കേബിളിനും നിരക്ക് തരണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും പോരാട്ടങ്ങൾ ആരംഭിച്ചത്. ആ പോരാട്ടങ്ങൾ ആരംഭിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ സമരം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി, ബോർഡ് ഒരു ഉത്തരവിറക്കി, കൃത്യമായി പറഞ്ഞു നിലവിലുള്ളത് തുടരട്ടെ, ബാക്കിയൊക്കെ ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറല്ല. ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊന്നുമല്ല നിയമം. ഈ ഇറക്കിയ ഉത്തരവുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴും അവർ പറയുന്നു ഇതൊന്നുമല്ല, നിങ്ങൾ ഓരോ കേബിളിനും പണം തരണം. ചില ആളുകൾ നിങ്ങൾ ടെലികോം കമ്പനികൾ തരുന്ന നിരക്ക് തരണം. അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. കേരളത്തിലെ കേബിൾ TV വ്യവസായം നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തപ്പോൾ വെറുതെ പാകപ്പെടുത്തിയെടുത്തതല്ല. കഴിഞ്ഞ 30 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഏകീകരിക്കണം. കുത്തക ഭീമന്മാർക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ പോരാടണമെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K ഗോവിന്ദൻ, PP സുരേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ജോസ്, R മോഹനകൃഷ്ണൻ, EN ടോണി, ബൈജു ചിരിയങ്കണ്ടത്ത്, KT ജേക്കബ്, ജോർജ് ലിയോ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. COA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ചാലക്കുടിയിൽ പൊതുസമ്മേളനം നടക്കും. മന്ത്രി K രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. TC വിനോസ്, തൃശൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് നാളെ സാംസ്കാരിക നഗരിയിൽ അരങ്ങുണരും. 8 ദിവസങ്ങളിൽ 7 വേദികളിലായി 47 പ്രദർശനങ്ങളാണ് ഉണ്ടാവുക. പോർച്ചുഗൽ, ഇറ്റലി, ഫിൻലാൻഡ്, പാലസ്തീൻ, ചിലി, ബംഗ്ലാദേശ്, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ഇതിവൃത്തമാക്കിയ അവതരണങ്ങൾ നാടകവേദികളെ സജീവമാക്കും. അക്കാദമിക്ക് പുറമെ രാമനിലയം, സ്കൂൾ ഓഫ് ഡ്രാമ, കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ട്, ടൗൺ ഹാൾ എന്നിവിടങ്ങളായാണ് വേദികൾ. നാളെ വൈകിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബ്രസീലിയൻ തദ്ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ 4 ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അബത്രിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറും. ഈ മാസം 16-ന് ഇറ്റ്ഫോക്കിന് സമാപനമാകും. കെട്ടിടത്തിന്റെ നികുതി കുടിശ്ശികയുടെ പേരിൽ ജില്ലാ ട്രഷറി ഓഫീസർക്ക് മാള പഞ്ചായത്ത് നിയമ നടപടിക്കായി മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. 2020-21 വർഷം മുതൽ നികുതി അടയ്ക്കാത്തതിന്റെ പേരിലാണ് നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 2020-21 മുതൽ 2022-23 വരെ അർദ്ധവാർഷികത്തിൽ 8,559 രൂപ വീതമാണ് നികുതി അടയ്ക്കേണ്ടത്. നികുതി വർധനവ് നടപ്പാക്കിയ 2 തവണയിൽ 8,987 രൂപ വീതം കുടിശ്ശികയുണ്ട്. ഇതുവരെയുള്ള പിഴ പലിശയും നോട്ടീസ് ചെലവും അടക്കം 99,201 രൂപയാണ് ട്രഷറി ഓഫീസർ അടയ്ക്കേണ്ടത്. മാളയിലെ ട്രഷറി കെട്ടിടം അടച്ചിട്ടത് മൂലമാണ് നികുതി കുടിശ്ശികയുള്ളത്. നികുതി കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ചാണ് മാള പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടുള്ളത്. മാളയിൽ നിന്ന് മാറ്റിയ സബ് ട്രഷറി അന്നമനടയിലാണ് പ്രവർത്തിക്കുന്നത്. മാള പള്ളിപ്പുറം സ്വദേശി ജോസഫ് തട്ടകത്ത് സൗജന്യമായി ട്രഷറി വകുപ്പിന് നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് നികുതി കുടിശ്ശികയുടെ പേരിൽ നിയമ നടപടിയിൽ ഉള്ളത്. വേലൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. യാത്രക്കാരായ സഹോദരങ്ങൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. RMS ബസ് സ്റ്റോപ്പിന് സമീപം മാവിൻചുവട്ടിൽ ഇന്നലെ രാത്രിയാണ് അപകടം. കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന പെരിങ്ങണ്ടൂർ അമ്പലപുരം സ്വദേശികളായ സഹോദരങ്ങളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. കേച്ചേരിയിൽ നിന്നും KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിച്ചു. എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ചാവക്കാട് യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ അറിയിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഗ്യാൻവാബി സംരക്ഷണ പോരാട്ടത്തിലെ സജീവ സാന്നിധ്യമായ ആബിദ് ഷെയ്ഖ് വാരാണസി മുഖ്യാതിഥിയായിരിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി റാലി നടക്കും. വാർത്താസമ്മേളനത്തിൽ സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി തൌഫീഖ് മമ്പാട്, അനീസ് ആദം, ഷക്കീർ പി ജമാൽ, RM സുലൈമാൻ, അൻസാർ മഞ്ഞിയിൽ, സിറാജുദ്ദീൻ ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റും വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആരോഗ്യ സർവേ, സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം, അംഗൻവാടി കുട്ടികൾക്കുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാം, മുതിർന്നവർക്ക് വേണ്ടി BLS പരിശീലന പരിപാടി, തെരുവു നാടകം, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പരിപാടി എന്നിവ സംഘടിപ്പിക്കും. ഡോക്ടർ ഷേർലി പ്രകാശ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഗ്ലാഡീസ്, വൈസ് പ്രിൻസിപ്പൽ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. പാർലിക്കാട് തച്ചനാത്തുകാവ് പൂരം കൊടിയേറി. പൂരത്തിന് മുന്നോടിയായുള്ള കാവ് കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 14-നാണ് പൂരം. നാളെ പറപ്പുറപ്പാട്, 13-ന് ഭഗവതി വേല, തൃശൂർ പൂരം പ്രമാണി നിതിൻ മംഗലത്ത് നയിക്കുന്ന പഞ്ചാരി മേളം, 14-ന് 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, ആൽത്തറമേളം എന്നിവ നടക്കും. ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ വിദ്യാസരസ്വതി അർച്ചന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കും. കിഴക്കേടം മാധവൻ നമ്പൂതിരി ആചാര്യനാകും. രാവിലെ 7 മുതൽ 7:30 വരെയാണ് അർച്ചന നടക്കുക. അർച്ചനയ്ക്ക് ശേഷം ജപിച്ച സാരസ്വതം നെയ് കുട്ടികൾക്ക് സേവിക്കാനായി നൽകുമെന്ന് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ അറിയിച്ചു. മുണ്ടൂരിൽ കിണറ്റിൽ വീണയാളെ കുന്നംകുളം അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. മുണ്ടൂർ സ്വദേശി ചേന്നംപറമ്പിൽ വീട്ടിൽ രാജനാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണത്. കുന്നംകുളം അഗ്നിരക്ഷാ സേനാംഗം ലൈജു 50 അടിയോളം താഴ്ചയുള്ള കിണറ്റിലിറങ്ങി റോപ്പ് വഴി രാജനെ കിണറിന് പുറത്തെത്തിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത, സുരേഷ് കുമാർ, ജിഷ്ണു, ഗ്ലാഡ്സൺ, ആൽബർട്ട്, നിഖിൽ, ശ്രീനിവാസ്, സനിൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ ലിറ്റററി ഫോറം ഏർപ്പെടുത്തിയ യൂസഫലി കേച്ചേരി പുരസ്കാരവും KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരവും പ്രഖ്യാപിച്ചു. കവി MD രാജേന്ദ്രന്റെ ശ്രാവണ വളഗോള എന്ന കവിതാ സമാഹാരത്തിനാണ് യൂസഫലി കേച്ചേരി പുരസ്കാരം. KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരത്തിന് ഡോക്ടർ MR തമ്പാനും S ഗിരിജയും അർഹരായി. 10,001 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 24-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. മല്ലിക സാരാഭായ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പഠന ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളായ വേലായുധൻ പണിക്കശ്ശേരി, ഡോക്ടർ N ഗോപാലകൃഷ്ണൻ നായർ എന്നിവരെയും കീർത്തിപത്രവും ഫലകവും നൽകി ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ പള്ളിപ്പുറം മുരളി, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, K ഉണ്ണികൃഷ്ണൻ, PRK ചേനം, ശ്രീജ നടുവം എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ അവതരിപ്പിച്ച ബജറ്റിൽ മുൻ വർഷങ്ങളിലെ ആവർത്തനമാണെന്ന് ആരോപിച്ച് ചട്ടികൾ നിരത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പിച്ച തേടി ജീവിക്കേണ്ട ഗതികേടിലാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ അംഗം ഷാഹിദയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ചട്ടികൾ നിരത്തി പ്രതിഷേധിച്ചു. ബജറ്റ് പ്രസംഗത്തിൽ MP-യുടെ പേര് പരാമർശിക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് KV സത്താർ ആക്ഷേപം ഉന്നയിച്ചു. കൌൺസിലർമാരായ KV സത്താർ, ഫൈസൽ ഖന്നാമ്പുള്ളി, PK കബീർ, ബേബി ഫ്രാൻസിസ്, ജോയ്സി ടീച്ചർ, സുപ്രിയ രാമചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. സർവോദയ പക്ഷാചരണത്തിന്റെ ഭാഗമായി സർവോദയ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. അയ്യന്തോൾ വയല സംസ്കൃതി ഭവനിൽ നടന്ന ചർച്ചാ സമ്മേളനം സർവോദയ ട്രസ്റ്റ് ചെയർമാൻ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സർവോദയ മണ്ഡലം പ്രസിഡന്റ് P രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PS സുകുമാരൻ, പ്രൊഫസർ K സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കേക്കോട്ട മർ യോഹനാൻ മംതാന പള്ളി യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ബോധവൽക്കരണ സെമിനാർ ട്രാഫിക് SI N നുഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ സിജോ ജോണി, യൂത്ത് നേതൃസമിതി പ്രസിഡന്റ് ഫാദർ ജാക്സ് ചാണ്ടി, സെക്രട്ടറി ജിൽസൺ ജോസ്, ജനറൽ സെക്രട്ടറി ജോഫി ജോൺ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനം ശനി, ഞായർ ദിവസങ്ങളിൽ എടത്തിരുത്തിയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ എടത്തിരുത്തി കാളിക്കുട്ടി സ്മാരക ഹാളിൽ നടക്കുന്ന സമ്മേളനം മാധ്യമപ്രവർത്തക KK ഷാഹിന ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 250ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C വിമല, സെക്രട്ടറി PS ജൂന, കൺവീനർ NN അനിലൻ, ചെയർമാൻ TK ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ റവന്യൂ ജില്ലാ സമ്മേളനം വെള്ളി, ശനി ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലാണ് സമ്മേളനം നടക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായി ബൈക്ക് റാലി നടക്കും. ശനിയാഴ്ച രാവിലെ 9:30-ന് TN പ്രതാപൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KPSTA ജില്ലാ പ്രസിഡന്റ് NR അജിത്, പ്രസാദ്
സെക്രട്ടറി ജസ്ലിൻ ജോർജ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം എം ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, പാർപ്പിട പദ്ധതി എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ബജറ്റ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അവതരിപ്പിച്ചു. ഇ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പൊതുജനങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഇ വേസ്റ്റ് ഇറാഡിക്കേഷൻ ഡ്രൈവ്, മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന് ക്യാമറകൾ സ്ഥാപിക്കൽ, ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഗ്രീൻ സ്റ്റാർ റേറ്റിംഗ് തുടങ്ങിയ പദ്ധതികൾ ബജറ്റിലുണ്ട്. വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിന് 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ടൗൺഹാൾ നവീകരണത്തിന് 50 ലക്ഷം, വി കെ രാജൻ സ്മാരക പാർക്കിൽ ജലവിനോദയാത്രകളും അനുബന്ധം ഏർപ്പെടുത്തുന്നതിന് 50 ലക്ഷം എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് തുക വകയിരുത്തി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ബജറ്റ് അവതരണത്തിന് നേതൃത്വം നൽകി. ചാലക്കുടി എലഞ്ഞിപ്ര പരിശുദ്ധ ലൂർദ് മാതാപള്ളിയിലെ തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വികാരി ഫാദർ ആന്റോ കരിപ്പായി കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് പ്രസ്തുതേന്തി വാഴ്ചയും ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് ദിവ്യബലിയും വൈകിട്ട് 5-ന് തിരുനാൾ പ്രദക്ഷിണമുണ്ടാകും. ഫാദർ ആന്റോ കരിപ്പായി, ജനറൽ കൺവീനർ ഡേവിസ് കരിപ്പായി, കൈക്കാരൻ ജോജു ചിറയത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പാവറട്ടി പഞ്ചായത്തിന്റെ ബജറ്റ് 22.67 കോടി രൂപ പ്രതീക്ഷിത വരവും 21.58 കോടി രൂപ പ്രതീക്ഷിത ചെലവും 1.09 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിന് 3.12 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് നവീകരണം, പുതിയ കംഫർട്ട് സ്റ്റേഷൻ, പഞ്ചായത്തിൽ സോളാർ എനർജി ഉപയോഗപ്പെടുത്തൽ, പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കൽ എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ ദ്രൗപതി, സിബി ജോൺസൺ, സിൽജി ജോജു, ജെറോം ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി തച്ചനാത്തുകാവ് പൂരാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പൂരം കമ്മിറ്റി പ്രസിഡന്റ് ഷിബു തേക്കിൻകാട്ടിലും പൂരം മാതൃസമിതി കൺവീനർ വസന്ത നാരായണനും ചേർന്ന് നിർവഹിച്ചു. വാദ്യകലാകാരൻ മച്ചാട് കുമരിയിൽ ഉണ്ണിയെ പൂരം കമ്മിറ്റി പ്രശസ്തി പത്രം നൽകി ആദരിച്ചു. ഉത്സവം വരെ എല്ലാ ദിവസവും രാത്രി ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, മുൻ കൊരട്ടി SHO ബി കെ അരുൺ എന്നിവരെ കൊരട്ടി പൗരാവലി നാളെ ആദരിക്കും. ഉച്ചതിരിഞ്ഞ് 2:30-ന് കൊരട്ടി ഏതൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ രാജൻ തോമസ്, ജനറൽ കൺവീനർ ആന്റോ പെരേപ്പാടൻ, കോർഡിനേറ്റർ സുന്ദരൻ പനക്കൂട്ടത്തിൽ, ജോർജ് ഐനിക്കൽ എന്നിവർ പങ്കെടുത്തു. നാളികേര വികസന ബോർഡും പെരിഞ്ഞനം വെസ്റ്റ് കോക്കനട്ട് ഫാർമേഴ്സ് ക്ലസ്റ്ററും സംയുക്തമായി ജില്ലാതല കേര കർഷക സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് എലഗൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേര കർഷക സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. KCPC ചെയർമാൻ സച്ചിൻ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്ത ഗൌഡ, ഡോക്ടർ ജോസഫ് രാജ്കുമാർ, പ്രമോദ് പി കുര്യൻ, ഉഷ മേരി ഡാനിയൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലും വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. പുതിയകാവ് പാപ്പിനിവട്ടം AM-UP സ്കൂൾ സ്പോർട്സ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന മത്സരങ്ങൾ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഹംസ YP പാടത്ത് അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KR സാംബശിവൻ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം സലീം, സ്വാഗത സംഘം ജനറൽ കൺവീനർ K സാലി, ലൂയിസ്, മീഡിയ കൺവീനർ MK സബീബ് എന്നിവർ സംസാരിച്ചു. 12 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ റെഡ്ലാൻഡ്സ് വരന്തരപ്പള്ളി ജേതാക്കളായി. നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എടത്തിരുത്തി 2ാം സ്ഥാനവും ഹീറോസ് വോളിബോൾ ക്ലബ്ബ് മതിലകം 3ാം സ്ഥാനവും നേടി. ചന്ദ്രാപിനി ചിറക്കൽ മഹല് മജ്ലിസ് സുന്നൂർ SYS SKSSF കോർഡിനേഷൻ കമ്മിറ്റിയുടെ 8ാമത് മജ്ലിസ് സുന്നൂർ വാർഷികവും ബൈത്തന്നൂർ ഭവനത്തിന്റെ താക്കോൽ ദാനവും ഈ മാസം 10, 11 തീയതികളിൽ നടക്കും. ശനിയാഴ്ച രാത്രി 7-ന് ചന്ദ്രാപിനി ഈസ്റ്റ് MHM ഹാളിൽ നടക്കുന്ന മജ്ലിസ് സുന്നൂർ ആത്മീയ സദസ്സിന് മുഹമ്മദ് ഷാക്കിർ റഹ്മാനി, മുബാറക് റഹ്മാനി എന്നിവർ നേതൃത്വം നൽകും. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കൊടക്കാട് നിർധന കുടുംബത്തിനുള്ള ആധാര കൈമാറ്റം നിർവഹിക്കും. SKJM മതിലകം റേഞ്ച് സെക്രട്ടറി ജഫർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 8-ന് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി മുളവൂർ ബൈത്തന്നൂർ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിക്കും. BMS സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, മേഖലാ സെക്രട്ടറി ശരത് വടാശ്ശേരിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിക്കും. മേഖലാ പ്രസിഡന്റ് ബാബുരാജ്, മേഖലാ വൈസ് പ്രസിഡന്റ് KK തിലകൻ, PB പ്രമോദ്, ജോയിന്റ് സെക്രട്ടറിമാരായ KA അജീഷ്, പ്രകാശൻ വെള്ളിത്തുരുത്തി എന്നിവർ സംസാരിച്ചു.
കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പ്രകാശൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും. ക്ഷേത്രം കോമരം എം മുരളീധരൻ നായർ കൊടിയേറ്റ് നിർവഹിച്ചു. 15-16 തീയതികളിലാണ് ഉത്സവം. പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ മിഴാവ് ആചാര്യൻ ഗുരു പി കെ നാരായണൻ നമ്പ്യാർ അനുസ്മരണം ശനിയാഴ്ച കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. വി അച്യുതാനന്ദൻ, പി പി രാജീവ്, യു പി ധനരാജൻ, കെ വിനീഷ്, ബി രവികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത കയ്പമംഗലം കൊപ്രാക്കളം സെന്ററിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ധർണ സംഘടിപ്പിക്കും. കഴിഞ്ഞ 8 മാസമായി ഇതിനായി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ദേശീയപാത അധികൃതരുടെ ഭാഗത്ത് അനുഭാവപൂർണമായ മറുപടി ലഭിച്ചില്ലെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭന രവി, സമരസമിതി ജനറൽ കൺവീനർ പി കെ മുഹമ്മദ്, വർക്കിംഗ് ചെയർമാൻമാരായ ബി എസ് ശക്തിധരൻ, സി ജെ പോൾസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരതപ്പുഴ കൺവെൻഷന്റെ സിൽവർ ജൂബിലി കൺവെൻഷന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മൈനോ ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കുന്ന കൺവെൻഷൻ ദിവസവും വൈകിട്ട് 6 മുതൽ 9 മണി വരെയാണ്. സംസ്ഥാന എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷും പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് സ്റ്റീഫൻ ദേവസി, ബിനോയ് ചാക്കോ, ഇമ്മാനുവൽ ഹെൻറി, ഷാരോൺ, സ്റ്റീഫൻ സാമുവൽ ദേവസി, ജിജി സാം എന്നിവർ നയിക്കുന്ന മ്യൂസിക് നൈറ്റ് നടക്കും. കൺവെൻഷൻ 11-ന് സമാപിക്കും. പബ്ലിസിറ്റി കൺവീനർ ബിജു തടത്തിവിള, രക്ഷാധികാരി ഉമ്മച്ചൻ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി അജീഷ് ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂർ കിഴക്കേ അങ്ങാടിയിൽ നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ജേക്കബ് പുറത്തൂർ സൌജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുവരുന്ന 50-ാം നമ്പർ അംഗൻവാടിക്കാണ് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ലില്ലി ജോസ്, ഷീന ഷാജൻ, സുധാ ചന്ദ്രൻ, ശൈലജ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കാണിപ്പയ്യൂരിൽ അമിത വേഗത്തിലെത്തിയ ബസ് കാറിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോബാസ് ബസ് ദിശ തെറ്റിച്ച് മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന കാറിന് മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബെന്നി, സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബസിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വരും തലമുറയ്ക്ക് വേണ്ടി എഴുത്തുകാർ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കണമെന്ന് കവി KG ശങ്കരപിള്ള പറഞ്ഞു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന സംവാദത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കവികളായ PN ഗോപികൃഷ്ണൻ, വർഗീസ് ആന്റണി, എഴുത്തുകാരൻ V മുസഫർ അഹമ്മദ് എന്നിവർ പ്രഭാഷണം നടത്തി. പ്രൊഫസർ VK സുബൈദ മോഡറേറ്ററായി. ഗ്രാമിക 3.5 പതിറ്റാണ്ടിന്റെ സാംസ്കാരിക സാഫല്യം ഓർമ്മയുടെ പുസ്തകം KG ശിവശങ്കരപിള്ള പ്രകാശനം ചെയ്തു. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകൾക്ക് ക്രൂരമർദ്ദനം. ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ MLA അനിൽ അക്കര. ഹൈറിച്ച് ഗിവ് ആൻഡ് ടേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അനിൽ അക്കര. തൃശൂർ നഗരവികസനത്തിന് 200 കോടി വായ്പയെടുക്കാനുള്ള കോർപ്പറേഷൻ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും രാജൻ ജയ്പാലൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കേരളത്തിലെ കേബിൾ TV പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില KCB ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ്. ഇൻഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ അരങ്ങുണരും. പലസ്തീൻ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ 23 നാടകങ്ങൾ അരങ്ങിലെത്തിക്കും. മാളയില് അടച്ചിട്ടിരിക്കുന്ന ട്രഷറി കെട്ടിടത്തിന് നികുതി കുടിശ്ശികയുടെ പേരിൽ നോട്ടീസ്. ജപ്തി അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മാള പഞ്ചായത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.